ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അഭിയുടെയും ജാനകിയുടെയും വീടിന്റെ നെക്സ്റ്റ് വീക്ക് പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അളകാപുരി തറവാട്ടില് വമ്പൻ ഒരു ഭൂകമ്പം തന്നെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അജയ്. അജയ് ഇത്ര വലിയൊരു ഗുണ്ടയാണെന്നും ഇതുപോലെയുള്ള ഒരു സ്വഭാവക്കാരനാണെന്നും ഒന്നും ആ വീട്ടിലുള്ള ആരും തന്നെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ലല്ലോ. പക്ഷെ ഈ രഹസ്യങ്ങൾ മുഴുവനും അറിയാവുന്ന ഒരാള് ആ അളകാപുരി തറവാട്ടിലുണ്ട്, നമ്മുടെ ശരൺ തന്നെ. ശരണാണെങ്കിൽ അവന് മുന്നിൽ മുട്ടുമടക്കി നിൽക്കുന്ന ഒരു അവസ്ഥയാ. എന്ത് ചെയ്യാനാ, തന്റെ ജീവിതം വെച്ചാണ് ഇവനിപ്പോ ഈ കളി കളിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആരോടും ഒരക്ഷരം പോലും പറയാനാവാതെ ഒരു മൂക സാക്ഷിയായിട്ട് ഇവന്റെ ഈ കളികൾക്കൊക്കെ കൂട്ടു നിൽക്കേണ്ട ഗതികേടിലാണ് ശരൺ ഉള്ളത്. പക്ഷെ ശരൺ അവിടെയും ഉണ്ട് ഒരു പ്രശ്നം. താൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന തന്റെ ഭാര്യ അമൃത, അവള് ഡിവോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ ഒരു കേസ് കൊടുത്തിരിക്കുന്നത് ശരണിനെ സംബന്ധിച്ചിടത്തോളം താങ്ങാവുന്നതിനും അപ്പുറം തന്നെയാണ്. അങ്ങനെ ഈ രഹസ്യങ്ങളും ഈ സത്യങ്ങളും ഒക്കെ അറിയാൻ വേണ്ടി ജാനകിയും അഭിയും കൂടി ചേർന്ന് ചില പദ്ധതികളൊക്കെ തയ്യാറാക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് അഭി നേരെ പോവുക ഹണിറോസിനെ കാണാൻ വേണ്ടിയിട്ട്. അവള് താമസിക്കുന്ന ഹോട്ടലിൽ ചെന്നിട്ട് അവിടുത്തെ റിസപ്ഷനിൽ അന്വേഷിച്ചു. അതെ, ഹണിറോസ് എന്ന് പറയുന്ന ഒരു ലേഡി ഇവിടെ താമസിക്കുന്നുണ്ടോ? ആ ഉണ്ടല്ലോ സാറേ. ആരാണ് അവർക്ക് വേണ്ടി ഈ റൂം ബുക്ക് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ശരണാണ് എന്നുള്ള കാര്യം പുള്ളിക്കാരന് മനസ്സിലാകുകയാണ്. അങ്ങനെ നേരെ അവളുടെ റൂമിൽ എത്തിയിട്ട് അവളോട് സംസാരിക്കാൻ തുടങ്ങുക. ഞാൻ ആരാണെന്ന് ഹണിറോസിന് മനസ്സിലായി എന്ന് ചോദിക്കുമ്പം ആ മനസ്സിലായി. അഭി അല്ലേ എന്ന് ചോദിക്കുക. ആ അഭി തന്നെയാണ്. പിന്നെ ഞാൻ ഇവിടെ വന്നത് നിങ്ങളോട് മറ്റു ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണ്ടി ഈ റൂം എടുത്തു തന്നത് ശരണാണെന്ന് ഞാൻ അറിഞ്ഞു. ആ അതെ, ഞങ്ങള് ഒരുപാട് ബിസിനസ് ഡീലുകളൊക്കെ ഒരുമിച്ച് ചെയ്യുന്ന ആൾക്കാരാണ്. ഞാൻ സാമ്പത്തികമായിട്ട് ശരണിനെ സഹായിച്ചിട്ടും ഉണ്ട് എന്നുള്ള കാര്യം ഹണി റോസ് പറയാണ്. അപ്പൊ ഇതൊക്കെ കേട്ട് കഴിയുമ്പോ അല്ല, ആ ഒരു ബന്ധം മാത്രമാണോ നിങ്ങൾ തമ്മിൽ ഉള്ളത്? സത്യം പറയൂ. ഇപ്പം എന്റെ പെങ്ങളുടെ ജീവിതം വെച്ചിട്ടാണ് നിങ്ങൾ എല്ലാരും കൂടി ചേർന്ന് ഈ കളി കളിക്കുന്നതെന്ന് പറഞ്ഞ് അഭികാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് ദാ അവള് ഇത്രയും കാലവും മൂടി വെച്ച ആ രഹസ്യം പുറത്തു വിടുകയാണ്. അതെ അഭി, നിങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ 4 വർഷമായിട്ട് ഞാനും ശരണും ലിവിങ് ടുഗദറിലാണ്. എന്തായാലും ഇനിയിപ്പം പുള്ളിക്കാരനെ ഉപേക്ഷിക്കാനൊന്നും ഞാൻ വിചാരിക്കുന്നേ ഇല്ല. പിന്നെ നിങ്ങളുടെ പെങ്ങളുടെ ജീവിതം അത് നിങ്ങൾ സേഫ് ആക്കണം. എനിക്കറിയാം എന്തായാലും ശരണിനെ ഞാൻ വിട്ടുകൊടുക്കില്ല എന്നുള്ള കാര്യം. അങ്ങനെ ഇവളുടെ കടും വിട്ട് തീരുമാനം അറിയിക്കുന്ന സമയത്താണ് ശരൺ ഇത്രയും വലിയൊരു വൃത്തികെട്ടവനാണെന്ന് നമ്മുടെ അഭി മനസ്സിലാക്കുന്നത്. അഭി ഈ ഒരു കാര്യങ്ങൾ മുഴുവനും ജാനകിയുടെ അടുത്ത് ചെന്ന് പറയാണ്. ജാനകി, നീ എന്തൊക്കെയാ പറഞ്ഞത്? ദേ, ആ ശരൺ നല്ലൊരുത്തനാണെന്നും ഉപദേശിച്ചാൽ അവൻ നന്നാകുമെന്നും ഒക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഉണ്ടല്ലോ, ഞാൻ അന്വേഷിച്ചപ്പോ അറിഞ്ഞ കാര്യങ്ങള് അത് ശരിക്കും നമുക്കാർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കാര്യങ്ങൾ തന്നെയാണ്. അവനും ആ ഹണി റോസും തമ്മില് 4 വർഷത്തെ ലിവിങ് ടുഗദർ ആണെന്ന്. എന്തായാലും ഇങ്ങനെയുള്ള ഒരുത്തൻ നമ്മുടെ അമൃതയുടെ ജീവിതത്തിൽ നിന്ന് പോകുന്നത് തന്നെയല്ലേ നല്ലത്. അഭിയേട്ട, ഈ കാര്യങ്ങളൊന്നും വിശ്വസിക്കാനായിട്ട് എനിക്ക് എന്തുകൊണ്ടോ സാധിക്കുന്നില്ല. ഞാനും കൂടി ഒന്ന് അന്വേഷിച്ച് നോക്കട്ടെ. എനിക്ക് ശരണ്യെ ഒരിക്കലും ആ രീതിയിലൊന്നും കാണാനേ പറ്റുന്നില്ല എന്നൊക്കെ ഇവൾ അവിടെ വെച്ച് ഇങ്ങനെ പറയാണ്. അപ്പം ഇതൊക്കെ കേട്ട് നമ്മുടെ അഭിയാണെങ്കിലോ, ഇനി എന്തായാലും നീ നിന്റെ രീതിക്ക് ഒന്ന് അന്വേഷിക്ക്. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. അമൃതയുടെ ജീവിതമാണ്, അതെന്തായാലും നമ്മളായിട്ട് ഒരു പ്രതിസന്ധിയിലേക്ക് പോകരുത് എന്നുള്ള കാര്യം കൂടി അഭി ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ നമ്മുടെ അമൃത നേരെ പോയി ശരണിനെ കാണുക. അപ്പൊ ശരണാണെങ്കിലോ, ഏട്ടത്തി, എനിക്കിനി ഏട്ടത്തിയോട് ഒരു കാര്യവും സംസാരിക്കാനില്ല. അമൃത അവളുടെ ഇഷ്ടത്തിന് ഡിവോഴ്സ് എന്നുള്ള ആ ഒരു കാര്യത്തിലേക്കല്ലേ പോകുന്നത്. ഞാൻ ഇനി ഒന്നും മറത്തു പറയുന്നില്ല. അവളുടെ ഇഷ്ടം പോലെ തന്നെ അവളുടെ ഡിവോഴ്സിലേക്ക് പോയിക്കോട്ടെ. എന്തായാലും ഞാൻ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചാലും എന്റെ നിരപരാധിത്വം ഇനി തൽക്കാലത്തേക്ക് വെളിയിലാവില്ല. അതിന് ചില ആൾക്കാരുടെ ചില ഇടപെടലുകളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഇവൻ ഇങ്ങനെ നമ്മുടെ ജാനകിയുടെ അടുത്ത് പറയാണ്. അപ്പൊ ജാനകി ആണെങ്കിലോ, അഭിയല്ല, സോറി കേട്ടോ ശരണെ, നീ മറ്റൊരു കാര്യം കൂടി പറഞ്ഞല്ലോ. ഏതോ ഒരാള്, നമ്മളുമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ട ഒരാള് ഇതിനൊക്കെ ഇടയ്ക്ക് നിന്ന് കളിക്കുന്നുണ്ടെന്ന്. അയാൾ ആരാണെന്നെങ്കിലും നിനക്ക് എന്നോട് പറഞ്ഞുകൂടെ? ഏട്ടത്തി, കുറച്ചു ദിവസം മുന്നേ ആയിരുന്നെങ്കിൽ ഈ സത്യങ്ങൾ മുഴുവനും ഞാൻ അങ്ങ് ഏട്ടത്തിയോട് പറഞ്ഞേനെ. പക്ഷെ ഇനി എനിക്ക് അതൊന്നും പറയാനുള്ള ഒരു സാഹചര്യം ഇല്ല. ഏട്ടത്തി കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണമെന്നും പറഞ്ഞ് ഇവൻ അവന്റെ അപ്പോഴത്തെ നിസ്സഹായ അവസ്ഥ ജാനകിയെ പറഞ്ഞ് ധരിപ്പിക്കുകയാണ്. അങ്ങനെ ജാനകിയുടെ മുന്നിലുള്ള ആ വഴിയും അടയുന്ന ആ ഒരു സമയത്ത് അളകാപുരി തറവാട്ടില് കല്യാണമേളമാണ്.
അപ്പം നമ്മുടെ നിരഞ്ജനെയും കൂടി ചതിച്ചുകൊണ്ട് അജയ് അവളുടെ കഴുത്തിൽ താലി കെട്ടാനുള്ള ചില തന്ത്രങ്ങളൊക്കെ പയറ്റുക. ഇത്രയും വൃത്തികെട്ട ഒരുത്തനാണെന്ന് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ശരണുമായിട്ട് നമ്മുടെ അജയ് സംസാരിക്കുന്ന സമയത്താണ് പ്രേക്ഷകർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ളത്. എന്തായാലും ശ്രീരാമ ലക്ഷ്മണന്മാരെ പോലെയൊക്കെ നടന്ന അഭിയും അജയും ഒക്കെ ഇപ്പം അഭിയെ പറ്റിച്ചുകൊണ്ട് അജയ് ശരിക്കും ഒരു രാവണന്റെ സ്വഭാവമാണ് എടുത്തിരിക്കുന്നത് എന്നൊക്കെ ഈ ഒരു കഥയിലൂടെ നമുക്ക് വ്യക്തമാവുന്നുമുണ്ട്. അങ്ങനെ നിരഞ്ജനയെ പറ്റിച്ച് നിരഞ്ജനയുടെ കഴുത്തിലെ താലി കെട്ടാമെന്നുള്ള അജയുടെ ആ ഒരു ആഗ്രഹം എല്ലാ തടസ്സങ്ങളും മാറി അളകാപുരി തറവാട്ടിലേക്ക് നിരഞ്ജന കാല് എടുത്ത് കുത്തുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട് നമ്മുടെ പ്രമോ വിശേഷത്തില്. അപ്പം ഇതിനിടയ്ക്ക് നമ്മുടെ തമ്പിക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുകയാണ്. തന്റെ മകളുടെ ജീവിതം തകർത്ത് തന്റെ മകളെ കതിർമണ്ഡപത്തിൽ ഇരുത്തി കരയിച്ച അജയ്, ആ അജയ് ഇനി അങ്ങനെ അങ്ങോട്ട് സന്തോഷിക്കേണ്ട, അവനും നിരഞ്ജനയും ചില കാര്യങ്ങളൊക്കെ അനുഭവിച്ചറിയാനുണ്ട് എന്ന് ഉണ്ണിത്താനല്ല സോറി തമ്പി അങ്ങ് തീരുമാനിക്കുകയാണ്. തമ്പിയുടെ ഈ ഒരു തീരുമാനം അളകാപുരിയിൽ ചില പ്രതിസന്ധികളൊക്കെ സൃഷ്ടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ചില ഉപദേശങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ അപർണയ്ക്ക് തമ്പി പറഞ്ഞു കൊടുക്കുന്നുമുണ്ട്. അങ്ങനെ കൈവിട്ടു പോയ തന്റെ ആ ഒരു ജീവിതത്തിൽ നടന്ന ആ ദുരന്തങ്ങൾ മുഴുവനും ഓർത്തെടുത്തുകൊണ്ട് അപർണ ശരിക്കും അവിടെ നിന്നുകൊണ്ട് അളകാപുരി തറവാട്ടിൽ നിന്നുകൊണ്ട് തന്നെ ഇവർക്കെതിരെയുള്ള ഒരു പടയൊരുക്കം നടത്തുന്നതും ഒക്കെ കാണിച്ചുകൊണ്ടാണ് പ്രമോ വിശേഷം അവസാനിക്കുന്നത്. എന്തായാലും കല്യാണമൊക്കെ വളരെ ഗംഭീരമായിട്ട് നടക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷെ ഇതിനിടയ്ക്ക് ചില പ്രശ്നങ്ങളൊക്കെ അവിടെ നടക്കുന്നതായിട്ടും ഉണ്ട്. അപ്പൊ ഡീറ്റെയിൽ വീഡിയോ ഡെയിലി അപ്ലോഡ് ചെയ്യാം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്തേക്കണ്ടേ.